എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഇഷ്തയും മഹേഷിനെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ സ്വപ്നവല്ലിയോട് ചിപ്പിമോള് പറയുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി പറയുക, അതൊന്നും വേണ്ട, അതൊക്കെ നേരത്തെ കഴിഞ്ഞതല്ലേ എന്ന് പറയുന്നു. അപ്പോൾ ചിപ്പിമോള് സ്വപ്നവല്ലിയോട് പറയുന്നു, പിന്നെ എന്നെ ഒന്ന് എടുക്കാൻ പറയുന്നു, അച്ചമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എന്നെ എടുക്കാൻ പറയുന്നു. അങ്ങനെ ചിപ്പിമോളെ സ്വപ്നവല്ലി എടുക്കുവാണ്. എടുത്ത സമയത്ത് അവരോട് പറയും, സുജിയോട് പറയണം ആ താലവും കൂടി ഇങ്ങോട്ട് എടുത്ത്. അങ്ങനെ ചിപ്പിമോള് താലവുമായി അവരെ പൂജിച്ച് സ്വീകരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, ഇനി രണ്ടുപേരും വഴക്കൊന്നും കൂടരുത്, നല്ല ഭാര്യ ഭർത്താമാരായി ജീവിച്ചോളെന്ന് പറയുന്നു. അപ്പം സ്വപ്നവല്ലിയോടും പറയുന്നു, അച്ഛമ്മയും കൂടെ പറയാൻ പറയുന്നു. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ മഞ്ജിമയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. മഞ്ജിമ കയറി അകത്തേക്ക് പോവുകയാണ്. സ്വപ്നവല്ലിക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ സ്വപ്നവല്ലിയും അകത്തേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ രജനിയും ആകാശും ഇതൊക്കെ അറിഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലൂടെ പോവുകയാണ്. നമ്മളെന്ത് പ്ലാൻ ചെയ്താലും ഒന്നും നടക്കുന്നില്ല. അവർ പിണങ്ങും ഇണങ്ങും, ഇതൊക്കെ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകാശിനോട് പറയുകയാണ്. ആ സമയത്ത് ആകാശ് പറയുന്നു, നീ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, നമുക്ക് പുതിയൊരു വഴി കണ്ടെത്താം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. നമുക്ക് മഹേഷിനെ തകർക്കാനുള്ള വഴി എങ്ങനെയും കണ്ടെത്താം എന്ന് പറയുന്നു. ആ സമയത്താണ് നമ്മുടെ ജോർജ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ജോർജിനെ കണ്ടപ്പം ആകാശിന് ഭയങ്കര സന്തോഷമാകുന്നു. ജോർജിനെ അകത്തേക്ക് സ്വീകരിക്കുന്നു. അപ്പോൾ ജോർജ് പറയുന്നു, പുതിയൊരു ഇര വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, മഹേഷിൻ്റെ അളിയനാണ്. അപ്പം രജനിയോട് ആകാശ് ചോദിക്കുന്നു, നിനക്കറിയില്ലേ എന്ന് ചോദിക്കുന്നു. എനിക്കറിയാം, അയാളെ എനിക്ക് മാന്യനായിട്ട് തോന്നിയതാണെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, ഇല്ല, അവൻ വെറും ഫ്രോഡാണ്, ഇഷിതയ്ക്ക് നേരെ അതിക്രമം ഉണ്ടാക്കി, അങ്ങനെയാണ് അവർ പിണങ്ങിയ കാര്യങ്ങളൊക്കെ ജോർജ് പറയുകയാണ്. അപ്പോൾ അവൻ്റെ പേരിൽ ഞാൻ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഞാൻ ചെറിയ രീതിയിൽ എഴുതി ജാമ്യത്തിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിർത്താമെന്ന് പറയുന്നത്. അതുവഴി നമുക്ക് മഹേഷിനെ പൂട്ടാം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പം മഹേഷിനെതിരെ പുതിയ തന്ത്രങ്ങൾ ഒരുക്കിയാണ് ആകാശും രചനയും. അപ്പോൾ നമ്മുടെ രചന പറയുന്നത്, എങ്ങനെയെങ്കിലും കൈലാസിനെ ജാമ്യത്തിൽ ഇറക്കണം, അവന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ അങ്ങനെ ആ സീൻ അവസാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷും ഇഷിത ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആകുന്നു. അപ്പം മഹേഷ് അകത്തേക്ക് വരുന്നു. അപ്പോൾ ഇഷിതയോട് പറയുന്നു, ഇപ്പോഴും എന്നോടുള്ള പിണക്കം മാറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇഷിത ഇങ്ങനെ പറയുന്നു. അപ്പോൾ പറയുന്നു, എന്നാൽ പിന്നെ ഇന്ന് ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാം, അതിനുള്ളൊരു അവസരം കൂടി തരാൻ പറയുന്നു. അപ്പം ഇഷിത സമ്മതിക്കുകയാണ്. ഓക്കെ, എന്നാൽ ശരി, എന്നെ കൊണ്ട്. അപ്പോൾ തിരിച്ചോ എന്ന് ചോദിക്കും. തിരിച്ച് ഞാൻ വന്ന് കൂട്ടാം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പുറത്ത് സ്വപ്നവല്ലിയുടെ കരച്ചിൽ കേൾക്കുന്നത്. അപ്പോൾ ഇഷിതയും മഹേഷും ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുമ്പോഴത്തേനും നമ്മുടെ മഞ്ജിമ ബെഡിൽ അനക്കമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി പറയുന്ന, അവൾ മരിച്ചുപോയി, നീ കാരണം മരിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലർച്ചയും ബഹളമൊക്കെ നടത്തുകയാണ്. അപ്പോഴാണ് മഹേഷ് ഒരു ബോട്ടിൽ കാണുന്നത്. ആ ബോട്ടിലെടുത്ത് ഇഷിതയ്ക്ക് കൊടുക്കുകയാണ്. ഇത് സ്ലീപ്പിംഗ് പില്ലാന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും മഞ്ജിമ മരിച്ചിട്ടൊന്നുമില്ല, സ്ലീപ്പിംഗ് പില്ല് കഴിച്ചതിൻ്റെ മയക്കത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഇഷിത പറയുന്നത്, പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാമെന്ന് പറയുന്നത്. അങ്ങനെ ഇഷിത ആംബുലൻസ് വിളിക്കുന്നു. എന്നിട്ട് ഇഷിത ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും സ്വപ്നവല്ലിയാണെങ്കിൽ ഇഷിതയുടെ നേർക്കുനേർ ഭയങ്കര ആക്രോശം ഉണ്ടാക്കുകയാണ്. നീ കാരണമാണ് അങ്ങനെയായത്, നീ തൊടണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ മഹേഷ് പറയുന്നു, ഇപ്പോഴും നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, അവളൊരു ജീവൻ രക്ഷിക്കാനാണ് നോക്കുന്നത്, അതൊന്നും സ്വപ്നവല്ലി കേൾക്കുന്നൊന്നുമില്ല. അങ്ങനെ ആംബുലൻസ് വന്ന് മഞ്ജിമയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിലെത്തി അകത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് അവിടുത്തെ ഡോക്ടർ വന്ന് ഇഷിതയുടെ അകത്തേക്ക് കയറാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലി അകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല. അവൾ കയറിക്കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ഒരു തരി ജീവൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഇല്ലാതാക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ ഇഷിത അത് കേട്ട് വല്ലാത്ത വിഷമത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ഇഷിത അകത്തേക്കൊന്നും കയറുന്നില്ല. പിന്നെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്, പുറത്ത് നിന്ന് നമ്മുടെ സ്വപ്നവല്ലി നന്നായിട്ട് ഇഷിതയെ വഴക്ക് പറയും ഇതൊക്കെ ചെയ്യുന്ന സീനുകളാണ്. പിന്നീട് നമ്മുടെ ആദി സ്കൂളിൽ എന്തൊക്കെയോ പ്രോബ്ലമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ പ്രോബ്ലം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ രജനിയോടൊക്കെ പ്രിൻസിപ്പളൊക്കെ വിളിച്ച് പറയുന്നു. അങ്ങനെ നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിയും കൂടെ സ്കൂളിലേക്ക് വരികയാണ്, ആശുപത്രിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇഷിത ചോദിക്കുന്നത് എന്താ സംഭവിച്ചത്. അപ്പോൾ പറയുന്നത്, ഏതോ ഊട്ടിയിലോ ഒരു ബോർഡിങ്ങിൽ നിന്നൊരു കുട്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇഷിത ചോദിക്കുന്നു, പേരെന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദിയാന്ന് പറയുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആദി ഇതേ സമയം രചനയോട് ചോദിക്കുന്നു, എനിക്ക് എത്ര തന്തമാരുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ആദിയുടെ സ്വഭാവം ഫുള്ള് ക്യാരക്ടറേ ചേഞ്ച് ആവുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.